ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ഉലർത്താണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുമ്പോഴാണ് അതിൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. ഞാൻ ഇതുപോലെ ഒരു സബോള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറി എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇനി ഒരു പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ടൊരു പുളി കിട്ടാനായിട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു അരമുറി തേങ്ങ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇനി തേങ്ങ വറുത്തിടാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇടാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന പൊടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. കുറച്ച് കറിവേപ്പിന്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈകൊണ്ട് വേണമെങ്കിൽ ഒന്ന് തിരുമ്പി ഇളക്കി കൊടുത്താൽ നല്ലതാണ്. മസാല എല്ലാം നല്ലതുപോലെ ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ചിക്കൻ ശരിക്ക് വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് തന്നെ വെള്ളം ധാരാളം ഇറങ്ങി വരും. പക്ഷെ ഇതിപ്പോൾ നോൺ സ്റ്റിക്കിന്റെ പാത്രമല്ല. നോൺ സ്റ്റിക്കിന്റെ പാത്രമൊക്കെ ആണെങ്കിൽ അടി പിടിക്കുകയില്ല. ഞാനിപ്പോൾ ഇതിലൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആയി. ഇതുപോലെ നല്ലതുപോലെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അടി പിടിക്കാതെയൊക്കെ ഒന്ന് നോക്കണം. ഇത് നല്ലതുപോലെ തിളച്ച് വെള്ളം ഇങ്ങനെ നല്ലതുപോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ മതി. ഇതിന്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് ഉള്ളി കാച്ചി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഉരുളി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ ഇതുപോലെ ഒരു 10-20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി എത്ര ഇട്ടാലും അത്രയും ടേസ്റ്റ് ആണ്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഈ രീതിയിൽ ചിക്കൻ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഉള്ളി വഴറ്റിയിട്ടോ അങ്ങനെയൊന്നും സമയം പോവുകയില്ല, നമുക്ക് വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഓർക്കണം. അപ്പം ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്